ദീപാവലിക്ക് കൂടുതലായിട്ട് മധുരപലഹാരങ്ങളാണ് തയ്യാറാക്കുക. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ദീപാവലി സ്പെഷ്യൽ സ്വീറ്റാണ്. എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസിക്കുന്നു. എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു നോക്കാം. ബൗളിലോട്ട് 250 ml കപ്പിൽ 2 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1.5 മുതൽ 1.25 കപ്പ് പാൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പാൽ ഒരുമിച്ച് ഒഴിക്കാതെ കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അടുത്തായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. കടായിലോട്ട് വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സർ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു സ്റ്റേജ് എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലം പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കൂടെ തന്നെ 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ കടായിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് എത്തണം. ഈ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു ബൗളിലോട്ട് മാറ്റുക. ഇനി ചെറുതായിട്ട് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് ചൂട് മാറിയതിന് ശേഷം 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം കയ്യിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക. അതുപോലെ സ്പൂൺ വെച്ച് എടുത്തതിന് ശേഷം റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ സ്വാതിര ലഡു റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദീപാവലി ആശംസിക്കുന്നു. താങ്ക്